3 ദിവസം മുൻപ് കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്ററായ മാർക്ക് മില്ലർ കുറേ ചേഞ്ചസ് വീണ്ടും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് തിരിച്ചടിയാവുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് ചേഞ്ചസ്, എങ്ങനെയാണ് അത് എല്ലാവരെയും ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഗൈസ്, എൻ്റെ പേര് അർച്ചന. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ആൻഡ് ബൈറ്റ്സ് വിത്ത് അർച്ചന. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കാനഡയിൽ വന്നിട്ട് ജോബ് ഒന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ റെസ്യൂമേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു റെസ്യൂമേ സർവീസ് കൊടുക്കുന്നുണ്ട്. അതായത് കനേഡിയൻ ജോബ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ATS ഫോർമാറ്റിലുള്ള റെസ്യൂമേ ഒരു ചെറിയ ചാർജിൽ നമ്മുടെ ടീം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഇമെയിൽ മീ അറ്റ് archanamadhu150@gmail.com. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപേ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ സെപ്റ്റംബർ 18, 2024 മാർക്ക് മില്ലർ നടത്തിയ പ്രസ് കോൺഫറൻസ് ആക്ച്വലി കാനഡയിൽ ഇനി വരാനിരിക്കുന്നവരെ നന്നായിട്ട് വീണ്ടും ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു. എസ്പെഷ്യലി ഇപ്പോഴത്തെ സ്റ്റഡി പെർമിറ്റ് ഹോൾഡേഴ്സ്, ഇനി PGWP അപ്ലൈ ചെയ്യാൻ പോകുന്നവർ, ഇനി കാനഡയിലോട്ട് സ്റ്റുഡൻ്റായി വരുന്നവർ, ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നവർ, സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ്, റെഫ്യൂജി ആപ്ലിക്കേഷൻസ്, അങ്ങനെ പല കാറ്റഗറീസിനും ഒരു തിരിച്ചടിയായിരുന്നു ആ പ്രസ് കോൺഫറൻസ്. അപ്പോൾ മിനിസ്റ്റർ മാർക്ക് മില്ലർ പറഞ്ഞതനുസരിച്ച് കാനഡയിലെ ടെമ്പററി റെസിഡൻസിന്റെ എണ്ണം 2019 4,37,000 നിന്നും 2024 12 ലക്ഷത്തിലേക്ക് കുതിച്ചുയരുകയായിരുന്നു. കാനഡയിലെ പോപ്പുലേഷൻ വെറും 4 കോടിയാണെന്ന് നിങ്ങൾ ഓർക്കണം. അത് കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പററി റെസിഡൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ആദ്യം തന്നെ നമുക്ക് PGWP ഉള്ള മാറ്റങ്ങൾ നോക്കാം. 1 ഇയർ പഠിച്ചാൽ 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റും 2 ഇയർ ഓർ അതിൽ കൂടുതൽ പഠിച്ചാൽ 3 ഇയർ വർക്ക് പെർമിറ്റുമാണ് കാനഡ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരു കാരണമായിരുന്നു കാനഡയെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ പ്രിയപ്പെട്ട ഒരു ഹബ്ബാക്കി മാറ്റിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം. ഇനി കാനഡ പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അഥവാ PGWP അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. എന്ന് തൊട്ടാണ് അവർ ഈ ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് എന്ന് വേണമെങ്കിലും അവർ ഇംപ്ലിമെന്റ് ചെയ്തേക്കാം. നിങ്ങൾ PGWP ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ PGWPയുടെ ലെങ്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവൽ അനുസരിച്ചായിരിക്കും. മീനിങ് നിങ്ങൾ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് ആൻഡ് ഡോക്ടറൽ പ്രോഗ്രാമിൽ നിന്നാണ് ഗ്രാജുവേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 ഇയേഴ്സ് PGWP കിട്ടും. പക്ഷേ നിങ്ങൾ ഡിപ്ലോമ, PG ഡിപ്ലോമ, സർട്ടിഫിക്കേഷൻസ് അതൊക്കെയാണ് കഴിഞ്ഞതെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് കാനഡയിൽ ലേബർ ഷോർട്ടേജ് ഉള്ള ഫീൽഡ് ആണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് PGWP 1, 2, 3 വർഷം ലഭിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ചേഞ്ച് ആയിട്ട് മാർക്ക് മില്ലർ പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് PGWPയുമായി ബന്ധപ്പെട്ട ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, മുമ്പൊക്കെ നമ്മൾ പഠിച്ചു തീർന്നാൽ നമുക്ക് PGWP ആപ്ലിക്കേഷൻ വെക്കാം. ബട്ട് ഇനി തൊട്ട് PGWP ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതായത് IELTS അഥവാ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വാലിഡ് ലാംഗ്വേജ് ടെസ്റ്റ് കൂടി സബ്മിറ്റ് ചെയ്യണം. November 1, 2024 തൊട്ട് PGWP ആപ്ലിക്കേഷൻ വെക്കുന്ന എല്ലാവരെയും ഈ റൂൾ ബാധിക്കും. കോളേജുകളിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, മീനിങ് ഡിപ്ലോമ, PG ഡിപ്ലോമ ഒക്കെ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ CLB 5ഉം, യൂണിവേഴ്സിറ്റികളിലാണ് പഠിക്കുന്നതെങ്കിൽ അതായത് മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ് അതൊക്കെയാണെങ്കിൽ CLB 7ഉം കാണിക്കേണ്ടതായിട്ട് വരും. CLBയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IELTS സ്കോർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് SOWPയിൽ ആണ്, അതായത് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ്. പണ്ടൊക്കെ ഒരു സ്റ്റുഡന്റ് ഇവിടെ പഠിക്കാൻ വരികയാണെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇവിടെ വന്ന് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കാനഡ നൽകിയിരുന്നു. ഇനി ഇപ്പോൾ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് യൂണിവേഴ്സിറ്റി ലെവൽ കോഴ്സസ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം നൽകാനാണ് IRCC തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറൽ ലെവൽ കോഴ്സസ് ആൻഡ് ഓൾസോ ആ കോഴ്സസ് 16 മാസമെങ്കിലും ലെങ്ത് ഉള്ളതായിരിക്കണം. SOWP അപ്രൂവ് ആവണമെങ്കിൽ 16 മാസം ലെങ്ത് വേണം. ഇത് ഈ വർഷം അവസാനം എപ്പോഴെങ്കിലും ആയിരിക്കും എഫക്റ്റീവ് ആവുക. ഇനി അടുത്തത് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഫോർ ഫോറിൻ വർക്കേഴ്സിലാണ് മാറ്റം IRCC കൊണ്ടുവരിക്കുന്നത്. മുൻപ് ഇവിടെ വരുന്ന മിക്ക ഫോറിൻ വർക്കേഴ്സിനും സ്പൗസിനെ കൊണ്ടുവരാമായിരുന്നു. എന്നാൽ ഇനി തൊട്ട് ഹൈ സ്കിൽ ഒക്കുപേഷണൽ കാറ്റഗറി ഉള്ള എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ് ഇതുപോലുള്ള വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ സ്പൗസൽ വർക്ക് പെർമിറ്റ് കൊടുക്കൂ എന്നാണ് IRCC തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനും കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള വർക്കേഴ്സിനും അതേപോലെ ഇന്റഗ്രൽ പാർട്ടായിട്ടുള്ള ചില ഫീൽഡിലുള്ള വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിനും കൂടെ കൊടുത്തേക്കാം. അടുത്തത് റെഫ്യൂജി അഥവാ അസൈലം സീക്കേഴ്സിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് IRCC പറയുന്നത്. അതായത് കാനഡയിലുള്ള പലരും വർക്ക് പെർമിറ്റ് കാലാവധി അല്ലെങ്കിൽ വിസിറ്റിംഗ് കാലാവധി ഒക്കെ കഴിയുമ്പോൾ അവർ അസൈലത്തിന് അപ്ലൈ ചെയ്യും. മീനിങ് അവർ പറയും അവർക്ക് സ്വന്തം കൺട്രിയിൽ, സ്വന്തം രാജ്യത്ത് പോകാൻ കഴിയില്ല, ജീവന ഭീഷണിയുണ്ട് എന്നൊക്കെ കാണിച്ച് റെഫ്യൂജി ക്ലെയിം ചെയ്യാൻ ശ്രമിക്കും.
ഇനി തൊട്ട് ഇങ്ങനെ വരുന്ന ആപ്ലിക്കേഷൻസിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കാനഡ കുറച്ചും കൂടി എഫേർട്ട് ഇടുമെന്നാണ് പറയുന്നത്. അതായത് അവർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തെന്ന് വരാം. സോ ഇതൊക്കെയാണ് സെപ്റ്റംബർ 18 IRCC അനൗൺസ് ചെയ്ത ചേഞ്ചസ്. എനിക്ക് പറയാനുള്ളത് ബേസിക്കലി ഇനി തൊട്ട് ഏത് വഴി തിരഞ്ഞെടുത്ത് നിങ്ങൾ കാനഡയിൽ വരാനിരുന്നാലും ഏജൻസിയും യൂട്യൂബ് ചാനൽസിനെ ഒക്കെ കണ്ണടച്ച് വിശ്വസിക്കാതെ സ്വന്തമായിട്ട് കൂടെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ IRCC.ca പോയാൽ എല്ലാ റൂൾസിന്റെയും ന്യൂസ് റിലീസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇൻ കേസ് ആ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണെങ്കിൽ അത് കോപ്പി ചെയ്ത് ChatGPT പോലുള്ള AI ടൂൾസിലിട്ട് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ റൂൾസും ആ പോളിസിയും ഒക്കെ നിങ്ങളെ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ എഫക്ട് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് ഇനി കാനഡയിൽ എന്റെ പ്രൊഫൈൽ അനുസരിച്ച് കാനഡയിൽ വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഡു യുവർ ഓൺ റിസർച്ച്. എല്ലാവരും പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ച് കാനഡയിൽ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, കാനഡയിൽ എത്തിപ്പെട്ട രക്ഷപ്പെട്ടു എന്നുള്ള ചിന്തയൊക്കെ മാറ്റിയിട്ട് പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ, റൈറ്റ്? സോ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും കാശ് മുടക്കി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ അധികം കാര്യങ്ങളൊന്നും ഇല്ല. സോ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് പെർമിറ്റ് ആണെങ്കിലും സ്റ്റഡി പെർമിറ്റ് ആണെങ്കിലും ഒക്കെ എടുത്തിട്ട് വരാൻ ശ്രമിക്കുക. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ കാനഡയിൽ ഉള്ള ഇമിഗ്രേഷൻ കൺസിഡർ ചെയ്യുക. സോ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചേഞ്ചസ് എല്ലാവർക്കും ഒന്നും സന്തോഷം കൊടുക്കുന്ന ചേഞ്ചസ് അല്ല, വി നോ ദാറ്റ്. ബട്ട് ഇത്രയും ടെമ്പററി വർക്കേഴ്സിനെ ഒരുപോലെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ, അക്കോമഡേഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ ആ ഫെസിലിറ്റീസ് കാനഡയിൽ വന്നിട്ടില്ല. അതായത് അവർ ഹൗസിംഗ് ഒക്കെ ഇനിയും കൂടുതൽ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിനി വരാനിരിക്കുന്നവർക്ക്, അതായത് ഇവർ ഈ റൂൾസ് ഒക്കെ ഒന്ന് ലൈറ്റ് ആക്കിയേക്കാം. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അർച്ചന സൈനിങ് ഓഫ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെ പറ്റി അറിയണമെങ്കിൽ പ്ലീസ് കമന്റ്. ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കാം. ദാറ്റ്സ് ഇറ്റ്. ബൈ.